നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ചയാണ്. പതിവ് പോലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ആദ്യം യുഎസിലെ 3 മാർക്കറ്റുകളും ഇന്നലെ ഇടിയുകയുണ്ടായി. അതിൽ വലിയ നഷ്ടം നേരിട്ടത് നാസ്ഡാക്ക് ആയിരുന്നു. 1.12% ഇടിഞ്ഞു. ഇന്നലത്തെ ഇടിവിന് കാരണമായത് എൻവിഡിയയുടെ റിസൾട്ടുകൾ തന്നെയായിരുന്നു. ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിലാണ് റിസൾട്ടുകൾ പുറത്തു വന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഏകദേശം 7% ഇടിവാണ് നേരിട്ടത്. എൻവിഡിയയുടെ റിസൾട്ടുകൾ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നലെ സ്റ്റോക്ക് ഇടിയുകയുണ്ടായത്. ഈ ഒരു ഇടിവ് ഇപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റുകളിലും കാണാം. S&P 500ഉം ടെക്നോളജി സ്റ്റോക്കുകളും ഇപ്പോൾ ഇടിവിലാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ തുടർച്ചയായ 11ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. ഇതുകൂടാതെ റിലയൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്തയുള്ളത് റിലയൻസ് ഡിസ്നി ലയനത്തിൽ CCI അംഗീകാരം നൽകി. കൂടാതെ ഇന്ത്യയിൽ 12 പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾക്ക് സർക്കാർ അംഗീകാരം നൽകി. 28,602 കോടി രൂപയാണ് പദ്ധതി ചിലവ്. അങ്ങനെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. റിലയൻസിന്റെയും ഡിസ്നിയുടെയും ഇന്ത്യൻ മീഡിയ അസറ്റുകളുടെ 70,350 കോടി രൂപയുടെ ലയനത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI അംഗീകാരം നൽകി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, വിയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, ഡിജിറ്റൽ 18 മീഡിയ ലിമിറ്റഡ്, സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സ്റ്റാർ ടെലിവിഷൻ പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് എന്നിവയുടെ ലയനത്തിന് ഇന്ത്യയുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില സ്വമേധയാ പരിഷ്കരണങ്ങളോടെ അംഗീകാരം നൽകി. കഴിഞ്ഞ ഓഗസ്റ്റ് 20 CCI റിലയൻസ് ഡിസ്നി ലയനത്തിന് ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് വിപണിയിലെ ആധിപത്യത്തെക്കുറിച്ചാണ് ആശങ്ക അറിയിച്ചിരുന്നത്. കാരണം ഡിസ്നി സ്റ്റാറിന് പ്രധാന ക്രിക്കറ്റ് അവകാശങ്ങളുണ്ട്. അതേസമയം ജിയോയ്ക്ക് IPL സ്ട്രീമിംഗ് അവകാശങ്ങളുമുണ്ട്. ആശങ്കകൾക്കിടയിലും റിലയൻസ് ഡിസ്നി ലയനത്തിന് അംഗീകാരം ലഭിച്ചത് വളരെ പോസിറ്റീവായി തന്നെ കാണണം. ഇന്നലെ ഈ വാർത്ത മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. അതിനുശേഷം US ലിസ്റ്റ് ചെയ്ത റിലയൻസ് ഇൻഡസ്ട്രീസ് 0.93% ഇടിയുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉയരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഹൈലൈറ്റ് ആയ വാർത്ത ഇന്നലെ പുറത്തു വന്നത് സാമ്പത്തിക വളർച്ചയെ നയിക്കാൻ 12 പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾക്ക് സർക്കാർ അംഗീകാരം നൽകി. പദ്ധതി ചെലവ് 28,602 കോടി രൂപയാണ്. സാമ്പത്തിക കാര്യങ്ങളുടെ ക്യാബിനറ്റ് കമ്മിറ്റി CCEയെ 10 സംസ്ഥാനങ്ങളിലായി 12 പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ അംഗീകരിക്കാനും 28,602 കോടി രൂപ ചിലവ് കണക്കാക്കുകയും ചെയ്യുന്നു. 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതയുള്ള ഈ നഗരങ്ങളിൽ 1 ദശലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 3 ദശലക്ഷം പരോക്ഷമായ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിക്ക് കീഴിലാണ് നഗരങ്ങൾ വികസിപ്പിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിൽ കേരളത്തിൽ പാലക്കാടും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വലിയ കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത് ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി തീരുവ ഉയർത്തുന്നത് സർക്കാർ പരിഗണനയിൽ. ഏതാനും മാസങ്ങളായി കുറഞ്ഞ താങ്ങുവിലയേക്കാൾ താഴെയുള്ള എണ്ണക്കുരുക്കളുടെ ആഭ്യന്തര വില കുറഞ്ഞതിനാൽ ക്രൂഡ് ശുദ്ധീകരിച്ച ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ഏതായാലും ഈ വാർത്തയുടെ മറ്റു വിശദാംശത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ ഡൊമസ്റ്റിക് എഡിബിൾ ഓയിൽ പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ്. കൂടാതെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉയർത്തുന്നത് ഫാർമേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഏതൊക്കെ സ്റ്റോക്കുകൾക്കായിരിക്കും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അദാനി വിൽമർ, രുചി സോയ, ഗോദ്രേജ് അഗ്രോവെറ്റ്, മാരിക്കോ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഈ സ്റ്റോക്കുകളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം വിപ്രോയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വിപ്രോ അതിന്റെ അനുബന്ധ സ്ഥാപനമായ കാംകോ കൺസൾട്ടിംഗ് സർവീസസ് കമ്പനി സ്വമേധയാ പിരിച്ചുവിട്ടു. പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും അതിന്റെ പ്രധാന ബിസിനസ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് വിപ്രോ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. മറ്റൊരു കമ്പനി VLC ഫിനാൻസ് ആണ്. 33 ലക്ഷം ഓഹരികൾ ബൈബാക്ക് ചെയ്യുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഓഹരി ഒന്നിന് 380 രൂപ നിരക്കിൽ 125 കോടി രൂപയ്ക്കാണ് ബൈബാക്ക് ഉള്ളത്. ഓഗസ്റ്റ് 30 ആരംഭിക്കുകയും സെപ്റ്റംബർ 5 അവസാനിക്കുകയും ചെയ്യും. മറ്റൊരു കമ്പനി KEC ഇന്റർനാഷണൽ ആണ്. കമ്പനിക്ക് 1171 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്.
അടുത്തത് മാക്രോടെക് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച വാർത്തയാണ്. 2 അക്വിസിഷൻ സംബന്ധിച്ച വാർത്തയാണുള്ളത്. ഒപെക്സഫി സർവീസസിനെ 466.7 മില്യൺ രൂപയ്ക്കും വൺ ബോക്സ് വെയർഹൌസിനെ 490.9 മില്യൺ രൂപയ്ക്കും കമ്പനി ഏറ്റെടുത്തു. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 47ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. അപ്പോൾ പ്രത്യേകം നമ്മൾ ആ ഒരു മീറ്റിംഗ് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് PB ഫിൻടെക് അഥവാ പോളിസി ബസാറിനെ സംബന്ധിച്ച വാർത്ത. ടെൻസൺ ക്ലൗഡ് യൂറോപ്പ് ബ്ലോക്ക് ഡീൽ വഴി കമ്പനിയിലെ 2.1% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു വാർത്തയുള്ളത് ഇന്റർഗ്ലോബ് ഏവിയേഷനുമായി ബന്ധപ്പെട്ടതാണ്. സഹസ്ഥാപകനും പ്രൊമോട്ടറുമായ രാകേഷ് ഗംഗ്വാൾ ബ്ലോക്ക് ഡീൽ വഴി ഇന്റർഗ്ലോബിലെ $850 മില്യൺ വിലമതിക്കുന്ന ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. 4593 രൂപയാണ് പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ബന്ധൻ ബാങ്ക്, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമന്റ്സ് എന്നിവയാണ്. ഇനി എല്ലാ മാർക്കറ്റിലെ ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. ഇനി സ്റ്റുഡൻസിന് ഒരുപക്ഷെ നമ്മുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ തൊട്ടു മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതുമാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. തുടർച്ചയായ 10 ദിവസത്തെ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി. കൂടാതെ ഇന്നലെ പുതിയ ഒരു ഓൾ ടൈം ഹൈ ലെവൽ കൂടി നിഫ്റ്റി ടച്ച് ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്ത്. സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ IT, ഫാർമ എന്നിവ പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്നലെ ഇടിയുകയുണ്ടായി. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ LTI മൈൻട്രി 7% ഉയർന്നു. ഓട്ടോ സ്റ്റോക്കുകൾ മന്ത്ലി സെയിൽസ് റിപ്പോർട്ടിന് മുന്നോടിയായി മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. NBCCയുടെ ബോണസ് ഇഷ്യൂ സംബന്ധിച്ച വാർത്ത ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് ഇന്നലെ 17% ഉയർന്നു. HDFC സെക്യൂരിറ്റീസ് അപ്ഗ്രേഡിനെ തുടർന്ന് അമി ഓർഗാനിക്സ് 6% ഉയർന്നു. സിറ്റി സെൽകോൾ നൽകിയതോടെ സി എന്റർടൈൻമെന്റ് 4% ഇടിഞ്ഞു. നിഫ്റ്റിയിലേക്ക് 25,052 35 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഇത് ആദ്യമായി 25,100 എന്ന മാർക്കിന് മുകളിലായി ക്രോസ് ചെയ്തു. എന്നാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. 25,129 ഇന്നലെ ക്രിയേറ്റ് ചെയ്ത പുതിയ ഓൾ ടൈം ഹൈ ലെവൽ. ഇന്നലത്തെ നിഫ്റ്റിയെ പറയുകയാണെങ്കിൽ ഇന്നലെ സെക്കൻഡ് ഹാഫിലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് ഇന്നലെ ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇത്തരത്തിലുള്ള ഡോജി ക്യാൻഡിൽ എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഡോജി ക്യാൻഡിലുകളെ കുറിച്ചും അതുപോലെ മറ്റുള്ള ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ വീഡിയോസ് അത്തരത്തിൽ കാണാവുന്നതാണ്. ഇനി ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീപ്പായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തിരികെ നിഫ്റ്റിയിലേക്ക് വന്നാൽ ഹയർ ഹൈസ് ആണ് ഇപ്പോൾ നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. അത് പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കണക്കാക്കാം. കൂടാതെ നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണാം. നിഫ്റ്റിക്ക് ഇന്നലെ 25,100 മുകളിലായി ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്ന് കണക്കാക്കാമായിരുന്നു. പക്ഷേ ഇന്നലെ അതിന് താഴെയായിട്ടാണ് ക്ലോസിംഗ് നടന്നത്. അപ്സൈഡിൽ നിഫ്റ്റി 25,100 ക്രോസ് ചെയ്യുകയാണെങ്കിൽ 25,300 മുതൽ 25,400 വരെയൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 25,015 20 ഹവർ EMA ഉള്ളത്. കൂടാതെ 50 ഹവർ EMA ഉള്ളത് 24,875 ഈ 2 ലെവലുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ 24,900 റേഞ്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ടും കാണുന്നുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 25,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,100 സ്ട്രൈക്കും അതിനുശേഷം 26,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 24,800 സ്ട്രൈക്കും അതിനുശേഷം 24,900 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 25,050 73% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ലോങ് ബിൽഡപ്പാണത്. എന്നാൽ 11% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തത് 25,000 സ്ട്രൈക്കിൽ 26% വർധനവ്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ്. എന്നാൽ കോൾ സൈഡിൽ 22% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തതായി 25,100 സ്ട്രൈക്കിൽ 183% വർധനവ്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 56% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,143 134 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്.
ഒരു ചെറിയ ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,950 മുതൽ 50,850 വരെയുള്ള ലെവലിലാണ്. അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 മുതൽ 51,600 വരെയുള്ള സോണിലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 51,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 51,200 സ്ട്രൈക്കും അതിനുശേഷം 52,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000, അതിനുശേഷം 51,200, അതിനുശേഷം 52,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ ഇന്ത്യ വിക്സ് ഉയർന്നു 2.33% ഉയർന്നത്. 13.95 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. ഇന്നലെ FIA സെല്ലിങ്ങിലേക്ക് പോയി 1,347 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. 4 ദിവസം തുടർച്ചയായിട്ട് ബൈയിങ് മോഡിലായിരുന്ന FIS പിന്നീട് ഇന്നലെ ഒരു സെല്ലിങ്ങിലേക്ക് പോവുകയായിരുന്നു. DIs ആവട്ടെ 439 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക് എൻവിഡിയയുടെ ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് മുന്നോടിയായി ഇന്നലെ ക്ലോസ് ചെയ്യുന്ന US മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. S&P 500 0.60% ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.12% ഇടിഞ്ഞു. ഡൗ ജോൺസ് 0.39% ഇടിയുകയുണ്ടായി. ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷമാണ് US-ൽ എൻവിഡിയയുടെ റിസൾട്ട് വന്നത്. എൻവിഡിയ എക്സ്റ്റെൻഡിംഗ് ട്രേഡിംഗ് ഹവറിൽ ഏകദേശം 7% ഇടിഞ്ഞു. റിസൾട്ടുകളിലേക്ക് വന്നാൽ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയായിരുന്നു. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചുകൂടി സ്ട്രോങ് ആയ റിസൾട്ട് ആയിരുന്നു ഇന്നലെ അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ഹവറിന് ശേഷം ഒരു ഇടിവിലേക്ക് പോയത്. ഇന്നലെ ട്രേഡിംഗ് ഹവറിൽ എൻവിഡിയ 2% ഇടിഞ്ഞിരുന്നു. ഇതിനൊപ്പം തന്നെ ചിപ്പ് സ്റ്റോക്കുകൾ ഇടിയുകയുണ്ടായി. AMD, ബ്രോഡ്കോം തുടങ്ങിയവ 2% ഇടിഞ്ഞു. കൂടാതെ ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നിവ 1% ഇടിവും നേരിട്ടു. ഇന്നലെ S&P 500 11-ൽ 8 സെക്ടറുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. വലിയ നഷ്ടം നേരിട്ടത് IT സെക്ടറായിരുന്നു. 1.3% ഇടിഞ്ഞു. കൺസ്യൂമർ ഡിസ്ക്രിഷണറി 1.05% ഇടിഞ്ഞു. ഇനി നമ്മൾ സെപ്റ്റംബർ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. കാരണം സെപ്റ്റംബറിൽ US-ൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. CME ഗ്രൂപ്പ് ഫെഡ് വാച്ച് ടൂൾ പ്രകാരം 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 64%. US-ലെ സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ജൂൺ 30 അവസാനിച്ച സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും അവർ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇന്നലെ 19% ഇടിഞ്ഞത്. US-ൽ ഇനി നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ വരുന്നത്. PCE ഡാറ്റ, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ പുറത്തു വരും. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.88% ഉയർന്നു. വിപ്രോ 2.91% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.38% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.47% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.88% നേട്ടമുണ്ടാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.93% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.09% നേട്ടത്തിലാണ്. S&P 500 0.52% ഇടിവിലും. ടെക് സ്റ്റോക്കുകളും വലിയ ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ UK മാർക്കറ്റ് FTSE ഒഴിച്ച് മറ്റ് എല്ലാ മാർക്കറ്റുകളും നല്ല പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.54% നേട്ടത്തിലും. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.16% നേട്ടത്തിലും. യൂറോപ്യൻ സ്റ്റോക്ക് 600 0.33% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. UK മാർക്കറ്റ് FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മിക്സഡ് അവസ്ഥയിലാണ്. ഡാക്സ് 0.05% നേട്ടത്തിൽ, CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ, FTSE 0.07% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,002 എന്ന നിലയിലാണ്. 57 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 40 മുതൽ 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ തായ്വാൻ മാർക്കറ്റ് 1.25% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.82% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ലിബിയയിലെ വിതരണ തടസ്സങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ഇന്നലെയും US ക്രൂഡ് ഓയിൽ 1% മുകളിൽ ഇടിഞ്ഞു. ഇപ്പോൾ $75 താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് 77.70 എന്ന നിലയിലാണ്. 0.36% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $74.97 പെർ ബാരൽ എന്ന നിലയിൽ 0.20% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, ET Now, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി കൂടിയാണ് ഷെയർ ചെയ്യുന്നത്.
എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.